എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ കുർബാനയെ അപമാനിച്ച വിവിധ സംഭവങ്ങൾക്ക് പരിഹാരമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമന്ത രൂപതയായ കോതമംഗലം രൂപത ദിവ്യകാരുണ്യ പ്രയാണം നടത്തുന്നു. മാർച്ച് 27 മുതൽ ഏപ്രിൽ 11 വരെ ഈ നോമ്പുകാലത്ത് നടത്തപ്പെടുന്ന ഈ പ്രയാണം ഏറെ പ്രത്യേകമായി കോതമംഗലം പിതാവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ നമ്മുടെ സഭയിൽ വിശുദ്ധ കുർബാനയ്ക്കെതിരെ നടന്ന അവഹേളനങ്ങളിൽ പരിഹാരം എന്നോണം നടത്തുന്ന പ്രയാണവും പ്രാർത്ഥനകളും ഏറെ ശ്രദ്ധേയമാവുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുകയില്ലെന്ന് മാത്രമല്ല സഭയുടെ കുർബാനയെ അപമാനിച്ചുവെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സാമന്ത രൂപതയായ കോതമംഗലം രൂപത അംഗീകരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പാപ പരിഹാര പ്രദർശനത്തിന്റെ വിജയത്തിന് വേണ്ടി സഭാമക്കൾ നന്നായി പ്രാർത്ഥിക്കണം. സീറോ മലബാർ സഭയുടെ വിവിധ രൂപതകൾ വിശുദ്ധ കുർബാനയെ അപമാനിച്ച എറണാകുളത്തെ വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടിയും അവരുടെ അനുസരണത്തിന് വേണ്ടിയുമുള്ള നിലപാടിലേക്ക് എത്തേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമാണ്. തിന്മയുടെ സ്വാധീനം സമൂഹത്തിലും കുടുംബത്തിലും സമസ്ത ജീവിത സാഹചര്യങ്ങളിലും അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന ഇക്കാലത്ത് ദിവ്യകാരുണ്യനാഥന് മാത്രമേ നമ്മെ രക്ഷിക്കാനും വിശുദ്ധീകരിക്കാനും സാധിക്കൂ എന്ന് എളിമയോടെ നമുക്ക് തിരിച്ചറിയണമെന്നാണ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയിൽ നിത്യമായി ജീവിക്കുന്ന ഈശോയോടുള്ള സ്നേഹവും ആരാധനയും എത്രമാത്രം തീക്ഷ്ണയാകുന്നുവോ അത്രയും അനുഗ്രഹവും കൃപയും നമ്മുടെ കുടുംബത്തിലും നാട്ടിലും ലഭിക്കും. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നാം മോചിതരാകുകയും ചെയ്യും. ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതും അവിടത്തേക്ക് മാത്രം നൽകേണ്ടതുമായ ആരാധനയും മഹത്വവും നൽകാൻ ദൈവം ഒരുക്കുന്ന അവസരമായി തീരട്ടെ ഈ ദിവ്യകാരുണ്യ പ്രയാണം. കുടുംബങ്ങളുടെ വിശുദ്ധീകരണവും വ്യക്തിപരമായ ജീവിത നവീകരണവും സമൂഹത്തിന്റെ നന്മയുമാണ് നമ്മുടെ പ്രാർത്ഥനകളുടെയും തപസ്സിന്റെയും ലക്ഷ്യം. കുടുംബങ്ങളും വ്യക്തികളും ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന കാലമാണിത്. കുടുംബങ്ങളുടെ കെട്ടുറപ്പ് സംരക്ഷിക്കുവാനും വ്യക്തി ജീവിതത്തിലെ താളപ്പിഴകൾ പരിഹരിക്കുവാനും ദിവ്യകാരുണ്യനാഥന് മാത്രമേ സാധിക്കൂ എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം. നാടിന്റെ സമാധാനവും പൊതുസമൂഹത്തിന്റെ സുരക്ഷിതത്വവും നഷ്ടപ്പെടുത്തുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മയക്കുമരുന്നും ലഹരിയും അക്രമ സ്വഭാവവും അഴിമതിയും സാധാരണമാകുന്നു. കുട്ടികളും യുവജനങ്ങളും അക്രമാസക്തരായി തെരുവിൽ പോരടിക്കുന്ന സങ്കടകരമായ സാഹചര്യം കൺമുന്നിൽ നാം കാണുകയാണ്. നമ്മുടെ നാട് വിശദീകരിക്കപ്പെടുവാൻ തിന്മയുടെ ബന്ധനങ്ങൾ അഴിയണം. ദിവ്യകാരുണ്യ പ്രയാണത്തിലൂടെ നമ്മുടെ രൂപതയെയും ഭവനങ്ങളെയും ഈശോയുടെ കാവലിനും സംരക്ഷണത്തിനും നമുക്ക് സമർപ്പിക്കാമെന്നും മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ആഹ്വാനം ചെയ്യുന്നു.